നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടാൻ താരത്തിനായി. റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത്. കോമഡി രംഗങ്ങൾ അനായാസം ചെയ്യാൻ പറ്റുന്ന അനുശ്രീക്ക് പിന്നീട് നിരവധി സിനിമകൾ തുടരെ ലഭിച്ചു. മഹേഷിന്റെ പ്രതികാരം, ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രീതി നേടി. അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല. മികച്ച കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നത്. അതേസമയം നാട്ടിൻപുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട്. തനിക്കിപ്പോൾ വന്ന മേക്ക് ഓവറും ഇതിന്റെ ഭാഗമാണെന്ന് ഒരു അഭിമുഖത്തിൽ അനുശ്രീ തുറന്നു പറയുകയുമുണ്ടായി. അനുശ്രീയുടെ ലുക്കിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന മാറ്റം ചെറുതല്ല. നടി മുമ്പത്തേക്കാളും സുന്ദരിയായെന്നും ഫാഷനിലും മേക്കപ്പിലും എല്ലാം ശ്രദ്ധ നൽകുന്നെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരാറുണ്ട്. അനുശ്രീയെക്കുറിച്ച് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ശിഖ സംഘവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് അനുശ്രീയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അനുശ്രീ പ്ലാസ്റ്റിക് സർജറികളൊന്നും ചെയ്തതായി തോന്നുന്നില്ല. സ്കിൻ കെയർ, ഗ്രൂമിംഗ് തുടങ്ങിയവയാണ് ഈ ട്രാൻസ്ഫോർമേഷന് പ്രധാന കാരണമെന്നും ഇവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നത്. അനുശ്രീ വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തോൺ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഭൂരിഭാഗം കമന്റുകളും. അതിന് സാധ്യതയുണ്ടെന്ന് കോസ്മെറ്റോളജിസ്റ്റും സമ്മതിക്കുന്നുണ്ട്. നടി ഗ്ലൂട്ടത്തോണിലൂടെയാണ് നിറ വർദ്ധിപ്പിക്കുന്നതെന്ന് ചിലർ ഉറപ്പിച്ച് പറയുന്നു. അനുശ്രീയുടെ സ്കൂൾ ബാച്ച്മേറ്റുകൾ വരെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. ഇവർ സ്കൂളിൽ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, ന്യൂട്രൽ സ്കിൻ ടോണുകളുള്ള പെൺകുട്ടിയായിരുന്നു, വെളുത്ത നിറം ലഭിക്കാൻ അതിനുവേണ്ടിയുള്ള ഭക്ഷണമോ സപ്ലിമെന്റുകളോ എടുക്കുന്നുണ്ടാകാം എന്നാണ് ഒരാളുടെ കമന്റ്. അനുശ്രീയുടെ കവളിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ചിലർ കമന്റ് ചെയ്തു. നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലല്ലെങ്കിൽ ഇന്ന് മോളിവുഡിലും ഈ ട്രെൻഡ് ഉണ്ട്. നടി മഹിമ, സംയുക്ത, ഹണി റോസ് തുടങ്ങിയ നടിമാർക്ക് മുഖത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കമന്റുകൾ വരാറുണ്ട്. നടിമാരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല. തെന്നിന്ത്യയിൽ കോസ്മെറ്റിക് സർജറികളിലൂടെ മുഖത്ത് വലിയ മാറ്റം വരുത്തിയ നടി നയൻതാരയാണ്. ആദ്യ സിനിമ മനസ്സിനക്കരയിലെ നയൻതാരയും ഇന്നത്തെ നയൻതാരയും മുഖവും തമ്മിലുള്ള വ്യത്യാസവും ഏവരെയും അമ്പരപ്പിക്കും. നായിക നടിമാരെ പോലെ നടന്മാരും കോസ്മെറ്റിക് സർജറികളിൽ പിന്നിലല്ല. മലയാളത്തിൽ ദുൽഖർ സൽമാന് വന്ന മാറ്റമാണ് ഏവരും ചൂണ്ടിക്കാട്ടാറുള്ളത്. ദുൽഖറിന്റെ മുഖത്ത് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നടനും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല. തെന്നിന്ത്യൻ താരങ്ങളിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞത് നടി ശ്രുതി ഹാസനാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട്. ലാൽജോ സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അനുശ്രീയുടെ ആദ്യ ചിത്രം. സിനിമയിൽ നടിമാർ റോളിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണെന്നൊക്കെ ചിലർ പറയുന്നത് പണ്ടൊക്കെ താൻ കേട്ടിട്ടുണ്ടെന്നും ഏതെങ്കിലും കാലത്ത് അത് അങ്ങനെ ആയിരുന്നോ എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും അനുശ്രീ പറഞ്ഞ വാർത്തയായിരുന്നു. ജീവിക്കാനുള്ള വഴിയേക്കാളുപരി പാഷനായതാണ് ഇന്ന് പലരും സിനിമയെ കാണുന്നത്. ഈ പറയുന്ന വിട്ടുവീഴ്ചകൾ സിനിമയിൽ മാത്രമാണെന്നുള്ള മുൻധാരണ എങ്ങനെയുണ്ടായി എന്ന് അറിയില്ല. മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കൊന്നും ഇത്തരം വികാര വിചാരങ്ങളൊന്നും ഇല്ലേ എന്നും അനുശ്രീ ചോദിച്ചിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.